തിരുവനന്തപുരം വെള്ളനാട് അരുവിക്കര ഡാം കുളങ്ങോട് റോഡിൽ ടാറിംഗ് വൈകുന്നതായി പരാതി. കോടികൾ മുടക്കി FDR സാങ്കേതിക വിദ്യയിൽ നവീകരണം നടക്കുന്ന റോഡിന്റെ നിർമ്മാണ ജോലി ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അരുവിക്കര വെള്ളനാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അരുവിക്കര ഡാം കുളക്കോട് റോഡാണിത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന അരുവിക്കര ജലസംഭരണി മുതൽ കുളക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വരെയുള്ള 3.5 കിലോമീറ്റർ ദൂരമുള്ള റോഡ് 8.80 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. FDR സാങ്കേതിക വിദ്യയിൽ കുഴികൾ നികത്തിയ ശേഷം 28 ദിവസം കഴിഞ്ഞ് ടാറിംഗ് നടത്താമെന്ന് പറഞ്ഞുപോയ നിർമ്മാണ കമ്പനി അധികൃതർ പിന്നീട് ഇതുവഴി വന്നിട്ടില്ലെന്നാണ് ഉയരുന്ന ആരോപണം. 3-4 മാസം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെ കഷ്ടത അനുഭവിക്കുകയാണ്. കാരണം പൊടി കാരണം ഈ കുട്ടികളെല്ലാം ആസ്മ രോഗികളും ശ്വാസമുട്ട് ഹോസ്പിറ്റലിലാവുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ നാട്ടിൻപുറത്ത് ഇപ്പോൾ ഒരുപാടായി. അപ്പോൾ ഇതിനെതിരെ MLA പലവട്ടം ജനങ്ങൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഇതിനിടയ്ക്കൊരു ഉപരോധം കൂടെ സംഘടിപ്പിച്ചു. അപ്പോൾ ഉടനെ തന്നെ ഇതെല്ലാം ചെയ്യാമെന്ന് പറയുകയും ഇപ്പം തന്നെ 4 മാസത്തോളമായി ജനങ്ങൾ വളരെ കഷ്ടത അനുഭവിക്കുകയും ചെയ്യുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ MLA ശ്രദ്ധയിൽപ്പെടുത്തുകയും വളരെ അടിയന്തരമായി ഈ റോഡിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ നാട്ടുകാർക്ക് പറയാനുള്ളത്. നിലവിൽ പൂഴിമണ്ണ് നിറഞ്ഞ റോഡിൽ ഒരു വാഹനം പോയാലോ ചെറിയൊരു കാറ്റടിച്ചാലോ പൊടിശല്യം രൂക്ഷമാണ്. പൊടിശല്യം രൂക്ഷമായതോടെ കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. ഒടുവിൽ അരുവിക്കര പോലീസ് എത്തിയാണ് സമര കമ്മിറ്റിയെ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പ്രതിഷേധത്തിന് പിന്നാലെ റോഡിന്റെ നവീകരണം ഏറ്റെടുത്ത കമ്പനി ഇടയ്ക്ക് റോഡിൽ വന്ന് വെള്ളമൊഴിക്കുന്നുണ്ടെങ്കിലും പൊടിശല്യത്തിന് പരിഹാരമാകുന്നില്ല. അടിയന്തരമായി റോഡ് നവീകരണം ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.